ഈ മഴക്കാലത്ത് നല്ല ചൂട് കട്ടനും അതിലേക്കൊരു കടിയും കിട്ടിയാൽ അടിപൊളിയായിരിക്കും അല്ലേ? അത് ഉണ്ടാക്കി തരാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നെയ്യപ്പം ചുടാം. അതിനായിട്ട് 4 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്നത്തെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ ഉമ്മയാണ്. നെയ്യപ്പത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഉമ്മ. നെയ്യപ്പം മാത്രമല്ല, ഉണ്ണിയപ്പം നന്നായിട്ട് അടിപൊളിയായിട്ട് ചുടും. മദറിലോ ആണ് കേട്ടോ ചുടുന്നത്. ഞാനെൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും വേണ്ടി പ്രത്യേകം ചുട്ട് തരുന്ന കേട്ടോ ഈ നെയ്യപ്പം. നെയ്യപ്പത്തിലേക്കുള്ള മധുരത്തിനായിട്ട് 10 അച്ച് ശർക്കരയാണ് മെച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ടൈമിൽ നമുക്ക് ഇതുപോലെയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ നമുക്ക് ഇത് ഓഫാക്കിയിടാം. കാരണം അത് ആ ചൂടുകൊണ്ട് തന്നെ ഉരുകിപ്പോകും. ശർക്കര നന്നായിട്ട് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നല്ല പോലെ അമ്മച്ചി കഴുകിയെടുക്കുന്നുണ്ട്. കഴുകി അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കണം. അതായത് വെള്ളം കളഞ്ഞ് അരി മാത്രമാക്കിയെടുക്കണം. അരിയുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അരി അരക്കുമ്പോൾ മാവ് ചിലപ്പോൾ ലൂസായിട്ട് പോകും. അപ്പോൾ അരി അരക്കാൻ തുടങ്ങിയിട്ടുണ്ടമ്മ. മിക്സി പാത്രത്തിലേക്ക് കുറച്ച് അരി ഇട്ടിട്ട്, കഴുകി വെച്ച അരി ഇട്ടിട്ട്, നമ്മൾ ഒരുക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിലല്ല ശർക്കരപ്പാനിയിലാണ് കേട്ടോ ഏതും അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ തവണകളായിട്ട് ഫുള്ള് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനത്തതും നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് പറഞ്ഞാൽ 1 കിലോ ഉണ്ടാവും കേട്ടോ അരി. അപ്പോൾ അരച്ച പാത്രമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് തുള്ളി പോലും ഉമ്മ കളയില്ല. ഇനി ബാക്കി ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചിട്ട് നേരെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് മൈദയും അതുപോലെ ഗോതമ്പ് പൊടിയും ഒരുപോലെ മിക്സ് ആക്കിയത്, അതായത് പകുതി എടുത്ത് 1/4, രണ്ടും കൂടി കൂട്ടി 1/4 കപ്പാണുള്ളത്. അത് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചോറാണ് കേട്ടോ, അരച്ച ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പാത്രത്തിനൊരു പാത്രം ചോറുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ പൊടി ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് കട്ട പോലെയൊക്കെ ഉണ്ടാവും, അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. മൈദയും ഗോതമ്പ് പൊടിയും ഡയറക്റ്റ് നമ്മുടെ മാവിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് വേണം ഈ മിക്സി പാത്രത്തിലൊന്ന് അടിച്ചിട്ട് കുറച്ച് മാവൊഴിച്ച് കണ്ട് അടിച്ച് ലൂസാക്കിയിട്ട് ഇതിൽ കൊഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ആവും. ഇനി ഉമ്മച്ചി കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. 1/4 സ്പൂണാണ് ഉപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ നെയ്യപ്പം ചുടുന്നത്. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ചട്ടി. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യപ്പം നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ ആദ്യം തന്നെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവ് നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ചട്ടിയിലിട്ട് വറുത്തിട്ട് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂണോളം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകം. ഇനി എണ്ണ ചൂടായാൽ മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് ചുട്ടെടുത്താൽ മതി. അപ്പോൾ മെച്ച് ചുടുന്നുണ്ട്, നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ, ഉണ്ടോ, പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ചുട്ട് ഈ ചട്ടി നിറക്കണം. നമുക്ക് ചൂടാറിയിട്ട് തൊടാം, അല്ലെങ്കിൽ എന്നെ പോലെ കൈ പൊള്ളും. അപ്പോൾ ഞാൻ ചൂടാറിയതൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കുന്നുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെയാണ് കേട്ടോ നമുക്കിങ്ങനെ കിട്ടിയിട്ടുള്ളത്. നെയ്യപ്പം ചുട്ട് ചട്ടിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചുടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. അപ്പോൾ ഇനി നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴേ നല്ല മഴ, അപ്പോൾ മഴയത്ത് നിന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉമ്മാക്ക് വേണ്ടി ലൈക്ക് ചെയ്യാനും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും വരാം. ബൈ.